വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൈനാട്ടി മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. ഒരുപാട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാഗാട് നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൈനാട്ടി ഫ്ലൈ ഓവറിന് തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കൾവേർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നേരത്തെ ഈ ഒരു ഭാഗം 6 വരിയിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ചായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ വരെ ഇതിലെയായിരുന്നു വാഹനങ്ങൾ സഞ്ചരിച്ചത്. ഇപ്പോൾ അവിടെ ഒരു കൾവേർട്ടിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഇരു സൈഡിലും ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തും നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും നമുക്ക് ഇവിടെയും മണ്ണടിച്ച് വാഗാട് വർക്ക് കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ RE പാനലുകളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ ദേശീയപാതയൊക്കെ ഈ ഭാഗത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ചില ഭാഗത്തൊക്കെ താറ് ചെയ്ത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ താറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ കൈനാട്ടി കുഞ്ഞിപ്പള്ളി ഭാഗത്ത് വളരെ മന്ദഗതിയിൽ നമ്മളെ പഴയ ദേശീയപാത അതേപോലെ നിലനിർത്തിയ പ്രദേശമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് വാഗാട് തുടങ്ങിയിട്ടുണ്ട്. വടകര നമ്മളെ മേമുണ്ട ഭാഗത്തുള്ള മീൻകണ്ടി ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് 5-10 ടോറസൊക്കെയാണ് ഡെയിലി ആ ഭാഗത്ത് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് കൈനാട്ടി കുഞ്ഞിപ്പള്ളി ഭാഗത്തും അതോടൊപ്പം തന്നെ വടകര കോട്ടക്കടവ് കരിമ്പനപ്പാലം ആ ഒരു പ്രദേശത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗമൊക്കെ താറിങ് കംപ്ലീറ്റ് ആയതായിരുന്നു. അപ്പോൾ ആ കംപ്ലീറ്റ് ആയ പ്രദേശത്ത് ഒരുപാട് കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന വാഹനങ്ങളൊക്കെ ആ ഒരു സർവീസ് റോഡിലൂടെ കടന്നു വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ പുല്ലൊക്കെ പിടിച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്നൊരു പ്രദേശമായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു. ഇപ്പോൾ ആ ഭാഗത്തുകൂടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഇപ്പോൾ കൈനാട്ടി കുഞ്ഞിപ്പള്ളി ഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വാഹനം അങ്ങേയറ്റം സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിരിക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രദേശം ഇത് റീസെൻ്റ്ലി ഇപ്പോൾ ലെവൽ ചെയ്തതാണ്. അടുത്ത തന്നെ ഈ ഭാഗത്ത് താറിങ്ങുള്ള പ്രവർത്തനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ പഴയ ദേശീയപാതയിലൂടെയുള്ള വാഹനങ്ങളെ ഇപ്പോൾ സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പുതിയ 6 വരിയിലെ ചില ഭാഗങ്ങളിലൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മുടെ നാദാപുരം റോഡ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാദാപുരം റോഡും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നാദാപുരം റോഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സർവീസ് റോഡിൻ്റെ ചെറിയ വർക്കൊക്കെ തുടങ്ങിയതാണ്. അതേപോലെ തന്നെ നാദാപുരം റോഡ് നമ്മളൊരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ ഭാഗത്തും ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നാദാപുരം റോഡ് ഒരു വർക്കും നടക്കാതെ ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുന്നതായിരുന്നു. അപ്പോൾ അതിനുശേഷം നാദാപുരം റോഡ് അണ്ടർ പാസേജ് സാങ്ഷനായ ശേഷം ചില ഭാഗങ്ങളിൽ വാഗാട് പൊളിച്ചു മാറ്റി പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ കാഴ്ചകളോട് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ അണ്ടർ പാസേജ് സാങ്ഷൻ ആയതിനു ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു RE പാനലുകളോട് ചേർന്നിട്ടുള്ള നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള ഭാഗം പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ നാദാപുരം റോഡ് കഴിഞ്ഞ് കുറച്ചുകൂടി കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളെ മടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിന് മുന്നിലും ഒരു വർക്കും നേരത്തെ നടന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് ലെവലിംഗ് ചെയ്ത് താറിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ഒരുപാട് മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്. അതേപോലെ മടപ്പള്ളി കോളേജിൻ്റെ ഭാഗത്ത് അവിടെ ഒരു അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കുറേ സമരം ചെയ്തിരുന്നു. അതിനുശേഷം ആ ഭാഗത്തും അണ്ടർ പാസേജ് പാസ്സായി. നാദാപുരം റോഡ് ഒരു അണ്ടർ പാസേജ് സാങ്ഷനായി. അത് കഴിഞ്ഞ് നമ്മളെ കുഞ്ഞിപ്പള്ളി ഭാഗത്തും ഒരു അണ്ടർ പാസേജ് സാങ്ഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ വാഗാട് ദ്രുതഗതിയിൽ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതൊക്കെ ഇപ്പോൾ വാഗാട് മണ്ണടിച്ചതാണ്. നാദാപുരം റോഡ് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്രദേശത്ത് മണ്ണടിച്ചതാണ്. എൻ്റെ വാഗാട് ഇങ്ങനെയല്ല ഒരു പക്ഷേ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയില്ല, വാഗാടിന് എന്ത് പറ്റിയെന്നറിയില്ല. ഇപ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് വാഗാട് നല്ല രീതിയിൽ മണ്ണടിച്ചിട്ടുണ്ട്. 1-2 ആഴ്ച കൊണ്ട്, 2 ആഴ്ചയിൽ ഒരാഴ്ച കൊണ്ട് വന്ന മാറ്റമാണ്. അപ്പം വാഗാടിനെ തെറി കെട്ടിയിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഒരുപാട് മാറ്റം ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട്. നമ്മളെ മടപ്പള്ളി കോളേജിൻ്റെ തൊട്ട് മുന്നേയുള്ള പ്രദേശമാണ്. സർവീസ് റോഡിലൂടെ വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മടപ്പള്ളി കോളേജിൻ്റെ ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് സാങ്ഷൻ ആയിട്ടുണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റമാണ്. അതേപോലെ മടപ്പള്ളി കോളേജിൻ്റെ ഇവിടെ ഒരു
മാരുതിയുടെ സർവീസ് സെൻ്ററുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ ഒരു കൾവേർട്ട് ഉണ്ട്. ആ കൾവേർട്ടിൻ്റെ പണിയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൾവേർട്ടിൻ്റെ പണി കഴിഞ്ഞാലാണ് സർവീസ് റോഡിലൂടെ വാഹനങ്ങളെ കടത്തിവിടാൻ കഴിയുക. മടപ്പള്ളി കോളേജ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ മണ്ണിടിച്ച് താത്തിയ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഇപ്പോൾ സോയിൽ നെയിലിംഗ് ചെയ്ത ഒരു പ്രദേശത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വാള് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് വാളൊക്കെ സ്ഥാപിക്കുന്ന വർക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ നേരത്തെ 6 വരിയുടെ 3 വരി ടാർ ചെയ്ത പ്രദേശമാണ്. അതിലെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അങ്ങേയറ്റം പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. കാരണം 6 വരിയുടെ ഈ ഭാഗം ടാർ ചെയ്ത് ഇപ്പം വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ട് സത്യം പറയുകയാണെങ്കിൽ ഒട്ടകപ്പുറത്ത് പോകുന്ന ഒരു ഫീലിങ്സ് ആണ് ഇവിടെ ഉള്ളത്. ടാർ ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു പ്രദേശമാണ്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ റീടാറിങ് പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് നാശകോശമായിട്ടുണ്ട്. അപ്പോൾ ഇതിലെ സത്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വാഹനങ്ങൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബൈക്ക്, ഓട്ടോറിക്ഷ ഒക്കെ എടുത്ത് ചാടുന്ന രീതിയിൽ ഒരു ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കണ്ണൂക്കര ഭാഗത്തേക്കാണ് പോകുന്നത്. കണ്ണൂക്കര ഭാഗത്തിന് തൊട്ട് മുന്നേ നല്ല രീതിയിൽ ടേണിംഗ് ഉണ്ട്. ആ ടേണിങ്ങിൻ്റെ കുറേയൊക്കെ വാഗാട് നിവർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മോശമില്ലാത്ത രീതിയിൽ ടേണിംഗ് ഉണ്ട്. കണ്ണൂക്കര ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ വർക്കും ഈ ഭാഗത്ത് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. അതും ഉടൻ തന്നെ ഈ ഒരു പ്രദേശത്ത് നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചില ഭാഗത്ത് റോഡ് ഡൈവേർഷൻ, അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് റോഡ് ഡൈവേർഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ടാർ ചെയ്ത ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്രോച്ച് റോഡിൻ്റെ വൺ സൈഡിൽ, അതായത് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡിൽ അണ്ടർ പാസേജ് കഴിഞ്ഞിട്ടുള്ള പ്രദേശം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വാഗാട് ഈ ഒരു പ്രദേശത്ത് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വടകര ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന മണ്ണാണ്. ആ മണ്ണൊക്കെ ഈ ഭാഗത്തൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാനലുകൾ ഓൾറെഡി സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അല്പം ഫാസ്റ്റായിട്ട് ഇപ്പോൾ കൈനാട്ടി കുഞ്ഞിപ്പള്ളി ഭാഗത്ത് വർക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ടോറസ് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്കവേറ്റർ ഒക്കെ ഈ ഭാഗത്ത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വാഗാട് നേരത്തെ നീങ്ങുന്നത് പോലെയായിരുന്നു നീങ്ങിയിരുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ചൊന്ന് ഫാസ്റ്റായിട്ടുണ്ട്. ഇനി ഇത് പറയുമ്പോഴത്തേക്ക് വാഗാട് വീണ്ടും സ്ലോ ആകുമെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് നേരെ മീത്തലെ മുക്കാളി ഒരു ഭാഗത്തേക്കാണ്. മീത്തലെ മുക്കാളിയിലും ഇപ്പോൾ നേരത്തെ സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുന്ന പ്രദേശമാണ്. അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ്. ഇവിടെ ഒരു കൾവേർട്ട് ഉണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് എടുക്കുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്തൊരു കൾവേർട്ട് ഉണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്കാണ് നടക്കുന്നത്. ആ കൾവേർട്ടിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ വൺ സൈഡിലൂടെയും അതേപോലെ വൺ സൈഡിൽ കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനം നിലവിൽ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മീത്തലെ മുക്കാളി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഇവിടെ 6 വരിയുടെ കുറേ ഭാഗങ്ങളൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗമൊക്കെ നമ്മളെ പാനലുകളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോയിൽ നെയിലിംഗ് ചെയ്ത മീത്തലെ മുക്കാളി എന്ന് പറയുന്ന വലിയൊരു ചെങ്കുത്തായ ഒരു കയറ്റമുള്ളൊരു പ്രദേശമായിരുന്നു പഴയ ദേശീയപാത. അത് ഇടിച്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയത്. അപ്പോൾ അതിനുശേഷമാണ് ഇടിച്ച് താഴ്ത്തിയ പ്രദേശം ഉറപ്പില്ലാത്ത മണ്ണിലാണ് സോയിൽ നെയിലിംഗ് ചെയ്തത്. അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നതിന് ശേഷം ഇവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ് വാഗാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വർക്കും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ടാർ ചെയ്ത ഭാഗം ഈ പ്രദേശവും കുറച്ച് മോശമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. കാരണം ടാറിങ്ങൊക്കെ ഇളകി മറിഞ്ഞ ഒരു കാഴ്ച, വാഹനങ്ങൾക്ക് പോകാനുള്ള പ്രയാസമുണ്ട്. എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് വാഗാട് നടത്തിക്കൊണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മീത്തലെ മുക്കാളി എന്നുള്ള കാഴ്ച. അടുത്ത നമ്മൾ കണ്ണൂക്കര ഭാഗത്തേക്കാണ്. അപ്പം മീത്തലെ മുക്കാളി ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് വാഗാടിൻ്റെ ടോറസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചോമ്പാല ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെയും റോഡ് ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡിലൂടെ കണ്ണൂർ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ പുതിയ ദേശീയപാതയിലൂടെ കണ്ണൂർ ഭാഗത്തേക്കും സർവീസ് റോഡിലൂടെ കോഴിക്കോട് ഭാഗത്തേക്കുമാണ് ഇപ്പോൾ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പ്രദേശം ഇപ്പം റോഡ് ഡൈവേർഷൻ ചെയ്തതാണ്. ആ ഡൈവേർഷൻ ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു. ആ അണ്ടർ പാസേജ് ഇപ്പോൾ വാഗാട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അണ്ടർ പാസേജിൻ്റെ കുറച്ച് ഭാഗം ടാർ ചെയ്യാനുണ്ട്. ഇപ്പം വാഹനങ്ങളൊക്കെ ഒന്ന് സ്ലോ ആയി ചവിട്ടി നിർത്തിയ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ടാർ ചെയ്യാനുണ്ട്. ടാർ ചെയ്യാതെയാണ് വാഗാട് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത്. എന്തായാലും കുറച്ച് വർക്കൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ നേരത്തെ ഒരു അണ്ടർ പാസേജും വെങ്ങളൻ റീച്ചിനകത്ത് വാഗാട് തുറന്നു കൊടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ പലയിടത്തും തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വടകരയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ രീതിയിൽ വാഗാട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് നമ്മളെ വടകര കുഞ്ഞിപ്പള്ളി ഭാഗത്തുള്ള പ്രദേശത്തുള്ള വർക്ക് പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ വാഗാട് കണ്ടിന്യൂ ചെയ്യുമോ എന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം.
അപ്പോൾ നമ്മളെ മുക്കാളി ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും വാഗാട് വർക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ മുക്കാളി ഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ്. ഇവിടെ നമുക്കറിയാം ടോൾ പ്ലാസയുണ്ട്. ആ ടോൾ പ്ലാസയുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് കോൺക്രീറ്റ് റോഡ് ഉള്ളത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ കാണുന്നത് ടോൾ പ്ലാസയാണ്. ആ ടോൾ പ്ലാസയുടെ വർക്ക് ആദ്യം തന്നെ വാഗാട് എന്തായാലും കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വാഗാടിനെ പിറകിൽ നിന്നിങ്ങനെ തള്ളിവിടാൻ, അല്ലെങ്കിൽ വാഗാടിനെ ഒന്ന് തള്ളിവിട്ട് കഴിഞ്ഞാൽ ഒന്ന് വർക്ക് ഫാസ്റ്റാവും. അല്ലാത്തടത്തോളം വാഗാട് പലയിടത്തും വർക്ക് ഒന്ന് സ്ലോ ആവും. മാൻ പവറിൻ്റെ ഒക്കെ കുറവുണ്ട് എന്നാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തള്ളിവിടാൻ ആളുണ്ടെങ്കിൽ വാഗാട് വർക്ക് എടുക്കുമെന്നതാണ് വടകര കുഞ്ഞിപ്പള്ളി കൈനാട്ടിയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന കാഴ്ച. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പള്ളി ഗ്രൗണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കുഞ്ഞിപ്പള്ളി ഗ്രൗണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഇരു സൈഡിലെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 6 വരിയുടെ ഈ ഭാഗത്ത് ഇപ്പോൾ റീസെൻ്റ്ലി മണ്ണടിച്ച് ഉയർത്തിയതാണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ്. അപ്പോൾ ഇവിടെയും അണ്ടർ പാസേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് ഇരു സൈഡിലും 6 പാനലുകളൊക്കെ വെച്ചതിന് ശേഷം ഒരുപാട് മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു പരുവത്തിൽ വരെ മണ്ണ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ലെവൽ ചെയ്യാനോ ടാർ ചെയ്യാനുള്ള വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. നമ്മുടെ ഈ ഒരു കുഞ്ഞിപ്പള്ളി ഈ ഒരു അണ്ടർ പാസേജ് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു കൾവേർട്ടിൽ അതുപോലെയുള്ളൊരു നടപ്പാത വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആളുകൾ സമരം ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു നടപ്പാത കൊടുക്കാനുള്ള യാതൊരു പ്ലാനിങ്ങും നമുക്കിപ്പോൾ വാഗാടിൻ്റെ ഈ ഒരു വർക്കിനകത്ത് കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞിപ്പള്ളി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വീഡിയോനകത്ത് ലൈക്ക് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ യൂട്യൂബിനകത്ത് നൽകിയ ഓപ്ഷനുകൾ കമൻറ്റ്, ലൈക്ക്, ഷെയർ, അതേപോലെ സൂപ്പർ താങ്ക്സ് എല്ലാ സാധനവും നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൽ പിശുക്ക് കാണിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മാഹി ഭാഗത്തേക്ക് പോകുന്ന 6 ഒരു പാതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ല നമസ്കാരം.